വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തിലെ 6-ാമത്തെ പാർട്ടാണ് ഈ എപ്പിസോഡ്. ഇവിടെ നമുക്ക് ശ്ലോകം 56 മുതൽ 66 വരെയുള്ള ഭാഗങ്ങളെ അർത്ഥസഹിതം മനസ്സിലാക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉത്തമ ഭക്തന് വേണ്ട ഗുണങ്ങളെക്കുറിച്ച് അർജുനന് ഉപദേശിക്കുന്നു. എല്ലാ കർമ്മങ്ങളും എപ്പോഴും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവതർപ്പണമായി ചെയ്യുന്നവൻ, അതായത് കർമ്മങ്ങളെ ഈശ്വര ആരാധനയായി ചെയ്യുന്നവൻ ഉത്തമ ഭക്തനാണ്. ഇങ്ങനെ കർമ്മം ചെയ്യുന്നവൻ ശാശ്വതവും നാശരഹിതവുമായ പരമപദത്തെ പ്രാപിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം വെടിഞ്ഞ് സമൂഹ നന്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവൻ ഉള്ളിലെ അഹന്ത മമതാഭാവങ്ങൾ ക്ഷയിച്ച് മനസ്സ് ശുദ്ധമുള്ളവനായി തീരുന്നു. കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ കർമ്മയോഗത്തിലൂടെ ഭക്തി ജ്ഞാനയോഗങ്ങൾ വികസിച്ചു വരുന്നു. നമ്മുടെ സങ്കല്പം എപ്രകാരമാണോ അപ്രകാരമായി തീരും നാം എന്നത് ജീവിത നിയമമാണ്. സർവകർമ്മങ്ങളും മനസ്സാ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഭക്തൻ മാനസികമായി ഉള്ളിലെ ആത്മചൈതന്യം അല്ലെങ്കിൽ ഈശ്വരനോട് അടുക്കുന്നു. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മच्चित्तः സതതം ഭവാം. അർജുന, കർമ്മങ്ങളെ സദാ ഭഗവാനിൽ അർപ്പിക്കുന്ന ഭക്തന് ഞാൻ ശരീരമല്ല, ഉള്ളിലെ ചൈതന്യം തന്നെയാണ്, ഉള്ളിലെ ചൈതന്യമാണ് എന്നെ കൊണ്ട് എനിക്കറിവും ബുദ്ധിയും കഴിവും തന്ന് കർമ്മങ്ങളെ ചെയ്യിപ്പിക്കുന്നത് എന്ന ജ്ഞാനം ലഭിക്കുന്നു. കർമാധ്യക്ഷനായ ഈശ്വരനെ മനോബുദ്ധികൾ സദാ സ്മരിക്കാൻ തുടങ്ങുന്നു. ക്രമേണ മനസ്സും ശരീരവും വിവേകപൂർണമായി ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വരും. അങ്ങനെ അനുഭവജ്ഞാനം വിജ്ഞാനമായി തീരുന്നു. ഇത് തന്നെയാണ് കർമ്മമാർഗം. അർജുന, അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് നീ കരുതുകയാണെങ്കിൽ അത് മിഥ്യാവിചാരമാണ്. നീ ക്ഷത്രിയനാണ്. നിന്നിലെ രജോ ഗുണവാസനകൾ നിന്നെ പ്രേരിപ്പിച്ച് യുദ്ധം ചെയ്യിപ്പിക്കും. യുദ്ധം ചെയ്യുക എന്നത് ക്ഷത്രിയധർമ്മമാണ്. ഭഗവാന്റെ വാക്കുകൾ കേൾക്കാം. സ്വഭാവജേന കൗന്ദേയ നിബദ്ധസ്വേന കർമ്മണാം കർത്തും ന ഇച്ഛസി യന്മോഹാത് കരിഷ്യസി അവശോപിതത്. അർജുന, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാണി മായയാം. അർജുന, സംസാരചക്രത്തിലെ സകല ജീവാത്മാക്കളുടെയും ഹൃദയത്തിലിരുന്നു കൊണ്ട് അവരെയെല്ലാം കോർത്തിണക്കി മായാശക്തി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. ഓരോ വ്യക്തിയിലും കുടികൊള്ളുന്ന ആത്മചൈതന്യം അതത് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ ശരീരമല്ല, ഉള്ളിലെ ആത്മചൈതന്യമാണ് പ്രവർത്തന കേന്ദ്രം. ആ ചൈതന്യത്തെ തന്നെ ശരണം പ്രാപിക്കണം എന്നുള്ള അറിവ് ഭഗവാൻ നമുക്ക് ഉണ്ടാക്കി തരുന്നു. പാവകളിക്കാരൻ മരപ്പാവകളെ ഉണ്ടാക്കി ചരടുകളാൽ അവയെ നിയന്ത്രിച്ച് പലവിധത്തിൽ കളിപ്പിക്കുന്നത് പോലെ ഈശ്വരൻ സ്വന്തം നിശ്ചയ്ക്കനുസരിച്ച് നമ്മെ നിയന്ത്രിച്ച് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ജീവിതമാകുന്ന യന്ത്രത്തിൽ കയറിയിട്ടുള്ള എല്ലാ പ്രാണികളെയും മായ കൊണ്ട് വട്ടം കറക്കുന്നവനായിട്ട് ഭഗവാൻ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. തമേവ ശരണം ഗച്ഛാം സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അർജുന, പരമമായതും ശാശ്വതമായതുമായ ജ്ഞാനം ഞാൻ നിനക്ക് നൽകുകയാണ്. ഹൃദയം ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് കരചരണങ്ങളെ, അതായത് ഇന്ദ്രിയങ്ങളെ
ലോക നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുക. തികഞ്ഞ ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി ഈശ്വരനെ ശരണം പ്രാപിക്കണം. അങ്ങനെ ഈശ്വരൻ്റെ ഉത്തമ സേവകനായി തീരണം. ഇത് തന്നെയാണ് പരമരഹസ്യമായ ഗീതാജ്ഞാനം. ഇതിനെ നല്ലവണ്ണം ആലോചിച്ച് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അർജുന, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. എൻ്റെ പ്രിയനായ നിനക്ക് എന്നെ വന്ന് ചേരാനുള്ള ഉത്തമ മാർഗം മന്മനാമവ ഭവമദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനി പ്രിയോസി മേ. എൻ്റെ ഭക്തനായി എന്നിൽ മനസ്സുറപ്പിച്ച് എന്നെ ശരണം പ്രാപിച്ച് എല്ലാ കർമ്മങ്ങളും ഈശ്വരനുള്ള പൂജയായി കരുതി ചെയ്യുക. നീ എന്നെ തന്നെ പ്രാപിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു അർജുന എന്ന് ഭഗവാൻ പറയുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ സാധ്യമേ അല്ല. ഭഗവാൻ പറയുന്നതിൻ്റെ അർത്ഥം ധാർമ്മികമായ കാര്യങ്ങളെ ഫലപ്രതീക്ഷയില്ലാതെ ചെയ്യണം എന്നുള്ളതാണ്. കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പണമായി ചെയ്താൽ ആ കർമ്മഫലങ്ങൾ നമ്മെ ബാധിക്കുകയേയില്ല. ശാരീരികമായ ധർമ്മങ്ങളെ ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മെ ഒട്ടലും ഫലപ്രതീക്ഷയും ഇല്ലാത്ത മനോനിലയിലെത്തിച്ച് കർമ്മഫലങ്ങളിൽ നിന്ന് നമ്മെ മുക്തമാക്കുന്നു. അതുകൊണ്ട് ശരീരമനോബുദ്ധികളുടെ ധർമ്മങ്ങളെ, അതായത് അഹന്ത മമതാഭാവത്തെ ത്യജിക്കാനാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ ചെയ്യുന്നവനെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും എന്നും ഭഗവാൻ പറഞ്ഞു തരുന്നു. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.